കപ്പലിൽ നിന്ന് രക്ഷിച്ച നാവികരെ ഇപ്പോൾ കരയിൽ എത്തിച്ചിട്ടുണ്ട്. വിഷ്ണു സുരേഷ് വിശദാംശങ്ങളുമായുണ്ട്. വിഷ്ണു, മുഴുവൻ പേരെയും സുരക്ഷിതമായി തന്നെ കരയിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതിലേറ്റവും പുതിയ വിവരങ്ങൾ നൽകാനുള്ളത് എന്താണ്? ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ ഈ ക്യാപ്റ്റനെ ഉൾപ്പെടെ തീരത്തേക്ക് എത്തിക്കുന്നതാണ്. ലൈബീരിയൻ ചരക്ക് കപ്പലാണ് മുങ്ങിയത്. ക്യാപ്റ്റനെ ഉൾപ്പെടെ 3 നാവികരെയും പുറത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. നാവികസേനയും കോസ്റ്റ് ഗാർഡും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. രക്ഷാപ്രവർത്തകരെ ഇപ്പോൾ കരയിൽ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ അല്പസമയം മുൻപ് നടത്തിയ രക്ഷാപ്രവർത്തനം അവരെ കരയിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പക്ഷേ ഇതിലൊരു ആശങ്കയുള്ളത് കണ്ടെയ്നറുകൾ വീണിട്ടുണ്ട് കടലിലേക്ക് എന്നുള്ളതാണ്. അത് തീരത്തേക്ക് അടുക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. വിഷ്ണു, വിശദാംശങ്ങൾ. അനുജ, ഇപ്പോൾ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ അർണവേഷ് എന്ന കപ്പലാണ് ഈ കൊച്ചിയിലെ കോസ്റ്റ് ഗാർഡ് ജെട്ടിയിലേക്ക് അടുക്കുന്നത്. ഇന്നലെ ഈ സംഭവം നടന്ന 1:30 മുതൽ ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചത് ഈ കപ്പലാണ് ICG അർണവേഷ്. ഇതിനകത്താണ് ഇപ്പോൾ 21 നാവികർ, ഈ ലൈബീരിയൻ കപ്പലിലുണ്ടായിരുന്ന 21 നാവികരെ രക്ഷിച്ച് ഈ കപ്പലിലാണ് ICG ജെട്ടിയിലേക്ക് എത്തിക്കുന്നത്. വളരെ ശ്രമകരമായ രക്ഷാപ്രവർത്തനം വളരെ വിരോചിതമായി നടത്തിയ ശേഷമുള്ള ഒരു മടങ്ങിവരവാണ്. ആളുകളെ എല്ലാവരെയും രക്ഷപ്പെടുത്തി. കപ്പൽ രക്ഷപ്പെടുത്താനായില്ലെങ്കിൽ പോലും ആളുകളെ എല്ലാവരെയും രക്ഷപ്പെടുത്തി. ആളുകളുടെ കാര്യത്തിലായിരുന്നു നമുക്കൊരാശങ്ക ആദ്യം മുതൽ തന്നെ ഉണ്ടായിരുന്നത്. കാരണം 24 നാവികർ അതിൽ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകളാണ് ആദ്യം പുറത്തു വന്നത്. കൃത്യമായി ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെയും നേവിയുടെയും ഇടപെടലിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ 24 പേരെയും ഒരു പോറൽ പോലും ഏൽക്കാതെ കൃത്യമായി രക്ഷപ്പെടുത്താൻ സാധിച്ചത്. അവരെ ഇങ്ങോട്ടേക്ക് എത്തിക്കുകയാണ്. ICG അർണവേഷാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത്. അതോടൊപ്പം തന്നെ ICG സക്ഷമുണ്ട്. സക്ഷം ഇപ്പോഴും ഈ അപകട സ്ഥലത്ത് തുടരുകയാണ്. അവിടെ നിരീക്ഷണവുമായി ബന്ധപ്പെട്ട് ഈ കപ്പലിൽ നിന്നുള്ള ഇന്ധനങ്ങൾ എങ്ങോട്ടെങ്കിലും ചോരുന്നുണ്ടോ അല്ലെങ്കിൽ അത് കടലിലേക്ക് അലിഞ്ഞു കയറുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കുന്നതിന് വേണ്ടി സക്ഷം ഇപ്പോഴും തുടരുകയാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യൻ നേവിയുടെ സുജാതയുണ്ട്. സുജാത അല്പസമയം മുമ്പാണ് INS സുജാത ഷിപ്പ് അല്പസമയം മുമ്പാണ് നേവി ആസ്ഥാനത്ത് അടുത്തത്. അതിനകത്ത് ഈ കപ്പലിലുണ്ടായിരുന്ന ക്യാപ്റ്റൻ അടക്കമുള്ള ആളുകളുണ്ട്. ഈ 3 ഷിപ്പുകളാണ് പ്രധാനമായി രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായത്. ഒരു ഷിപ്പ് INS ഇന്ത്യൻ നേവിയുടെയും അതോടൊപ്പം 2 ICGയുടെയുമാണ്. ഒരു എയർക്രാഫ്റ്റും ഇപ്പോൾ അവിടെ നിരീക്ഷണത്തിലുണ്ട്. കൂടുതൽ ഈ ICG ഷിപ്പുകൾ ഇവിടെ നിന്ന്, അതായത് സക്ഷം തിരിച്ചു വരുന്നതനുസരിച്ച് ഒരു ഷിപ്പ് കൂടി ഈ നിരീക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ജെട്ടിയിൽ നിന്ന് അങ്ങോട്ടേക്ക് ഈ അപകട സ്ഥലത്തേക്ക് പോകുമെന്നാണ് മനസ്സിലാകുന്നത്. നിരീക്ഷണം തുടരാനാണ് നിലവിൽ തീരുമാനം. കാരണം ഇതിന് ഈ കപ്പൽ മുങ്ങിയ പശ്ചാത്തലത്തിന് അതിൻ്റെ അകത്തുള്ള ഈ ഫർണസ് ഓയിലും ഡീസലും ഒക്കെ അടങ്ങുന്ന വസ്തുക്കൾ ഈ വെള്ളത്തിലേക്ക് അലിഞ്ഞു ചേരാനുള്ളൊരു സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ അത് ആ സ്പോട്ടിൽ വെച്ച് തന്നെ ബൂം ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നിന്ന് ICG കപ്പലുകൾ ഇപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നത്. അത് സ്പോട്ട് ചെയ്യാനുള്ള ഉത്തരവാദിത്വം എയർക്രാഫ്റ്റുകൾക്കാണ്. എയർക്രാഫ്റ്റുകൾ അത് കൃത്യമായി നിരീക്ഷിച്ച് ശേഷം ഈ കപ്പലുകൾ അത് ബൂം ചെയ്ത് അവിടെ വെച്ച് തന്നെ പ്രതിരോധിക്കും. പരമാവധി കരയിലേക്ക് എത്തുന്നതിന് മുൻപ് വരെ പ്രതിരോധിക്കാനുള്ള നടപടികളാണ് നിലവിൽ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡും അതോടൊപ്പം തന്നെ നേവിയും സ്വീകരിക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് നിരീക്ഷണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ സംഭവങ്ങൾക്ക് തുടക്കം ഇങ്ങനെയാണ്. വിഴിഞ്ഞത്ത് നിന്ന് പുറപ്പെട്ട ഈ ലൈബീരിയൻ കപ്പൽ ഏകദേശം തോട്ടപ്പള്ളിക്ക് സമീപത്ത് നിന്ന് വെച്ചാണ്, അതായത് ഏകദേശം 20 കിലോമീറ്റർ അകത്ത് വെച്ചാണ് കപ്പൽ ഇത്തരത്തിൽ അപകടത്തിൽപ്പെടുന്നത്. അത് രക്ഷിക്കാനുള്ള ശ്രമം ഉണ്ടായെങ്കിലും ഇന്ന് 7:30 കപ്പൽ പൂർണ്ണമായും മുങ്ങിപ്പോവുകയായിരുന്നു. കപ്പലിനകത്തുണ്ടായിരുന്ന നാവികരെ എല്ലാവരെയും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡും അതോടൊപ്പം നേവിയും ചേർന്ന് രക്ഷപ്പെടുത്തി. അത് അവരുടെ ഒരു വലിയ നേട്ടമായി തന്നെ കണക്കാക്കാം. അനുജ, തീർച്ചയായും ആ നാവികരെ കരയിലെത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. വിഷ്ണു സുരേഷാണ് വിശദാംശങ്ങൾ നൽകിയത്.